ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL 2026 എങ്ങനെ ഒരു 90 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 80 ഡേയ്സ് കൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആസ് ആൻ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ അത് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം നമുക്കത് പഠിച്ച് ക്രാക്ക് ചെയ്യേണ്ടത്. സോ സിസ്റ്റമാറ്റിക് ആയിട്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നേരത്തെ പോലെയല്ല, പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്തു. ഒരു 15 മിനിറ്റ് വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഓരോ സെക്ഷൻ വൈസ് ആണ് വരുന്നത്. അപ്പൊ ഈ സെക്ഷൻ വൈസ് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഗുഡ് സ്കോർ ക്രാക്ക് ചെയ്യാം എന്ന് പറയാം. നമുക്ക് ഏകദേശം ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 40-നും 140-നും 150-നും ഇടയ്ക്കാണ്. സോ ഇതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സ് ആണ്. സോ മാത്സ് അറിയാം, നമുക്കൊരു 15 മിനിറ്റ്സേ കിട്ടത്തുള്ളൂ. ഈ 15 മിനിറ്റ്സ് എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, നമുക്കറിയാം 15 മിനിറ്റ്സിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ആസ് ആൻ ആവറേജ് സ്റ്റുഡൻറ് നമുക്കൊരു 15 തൊട്ട് 18 വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഈ 20യുടെ എബോവ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് 15 മിനിറ്റ്സിൽ ചെയ്യുക എന്നുള്ളത്. പക്ഷെ മാത്സ് നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഒരു പാസ്റ്റ് 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആവറേജ്, സ്പീഡ്, ടൈം ആൻഡ് വർക്ക്, മെൻസുറേഷൻ, അത് 2Dയും 3Dയും ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, അതേപോലെ തന്നെ റേഷ്യോ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇത്രയും ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിനകത്ത് ഏകദേശം ഒരു 15 തൊട്ട് 18 ക്വസ്റ്റ്യൻസ് വരെ 5 വർഷങ്ങളിലായിട്ട് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ടോപ്പിക്സുകൾ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ തന്നെ ചുമ്മാ വലിച്ചു വാരി പഠിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, മറിച്ച് ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ റേഷ്യോയിൽ ഒരു 3-4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഏജ് വെച്ചിട്ട് ചോദിക്കാറുണ്ട്, പിന്നെ ഈ പറയുന്ന ഇൻകം വെച്ചിട്ട് ചോദിക്കാറുണ്ട്, ഒരു ബാഗിൽ എത്ര പോയിന്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്, പിന്നെ ഈ പറയുന്ന മിസ്ലീസ് ആയിട്ടുള്ള കുറെ ന്യൂമറിക്കൽസ് ആയിട്ട് കുറെ ഡേറ്റാസ് തന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫാമിലി റിലേറ്റഡ്സ്, ഈ പറയുന്ന അച്ഛൻ അമ്മയുണ്ട്, അവർ ഏജസ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. അത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓൺ ആൻ ആവറേജ് ഒരു 40 ക്വസ്റ്റ്യൻ വീതം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, 40 റേഷ്യോയിൽ നിന്ന് ഒരു 40 ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുക. അതൊരു 4 വട്ടമെങ്കിലും റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. 40 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ എടുക്കത്തുള്ളൂ. 2 മണിക്കൂർ പഠിക്കുക, അതൊരു 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും റിവിഷൻ ചെയ്യുക. അങ്ങനെ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സിന് ഒരു 15 തൊട്ട് 17 വരെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ് പാറ്റേൺ, ഏതൊക്കെയാണെന്നൊക്കെ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാൻ പറ്റും മാത്സിന് വേണമെങ്കിൽ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷ് എല്ലാവർക്കും ഭയങ്കര ബാലികേല മലയാണ്, അയ്യോ എന്ത് ചെയ്യും, ഗ്രാമർ ഉണ്ട്. ശരിയാണ്, ഗ്രാമർ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, കോൺവെർസേഷൻ എന്ന് പറയുന്ന അല്ലെ പാസേജ് തന്നിട്ടുള്ള ടോപ്പിക്കുകൾ, ക്വസ്റ്റ്യൻസ് കുറെ ചോദിക്കാറുണ്ട്. അതിന്റെ പ്രധാനമായിട്ടും എന്താ പറയാ, അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ വരും. സുഖമായിട്ട് ഒരു 8 മാർക്ക് സ്കോർ ചെയ്യാതെ. ഓക്കെ, പിന്നെ ഉള്ളതാണ് ക്ലോസ് ടെസ്റ്റും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും. ഓക്കെ, സോ ഈ ഒരു ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കളിച്ചാലും ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് 20 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 20-ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. 10-12 ക്വസ്റ്റ്യൻസോളം ചോദിക്കാറുണ്ട്. അപ്പം ഈ പറയുന്ന 3 ഡെയിലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സിനോണിമസും ആന്റോണിമസും ഇഡിയംസ് ആൻഡ് ഫ്രേസസും. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു വീക്ക്ലി ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാം. ഒരു വീക്കിൽ ഇത്ര സിനോണിമസും ഇത്ര ആന്റോണിമസും ഒരു ടാർഗറ്റ് വെക്കുക. ഇത്ര എണ്ണം എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര എണ്ണത്തിന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം എടുത്തിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഡെയിലി ഒരു 5 വീതോ അല്ലെങ്കിൽ ഒരു 6 വീതോ തീർക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ വേണ്ട. ഒരു 5 അല്ലെങ്കിൽ 6 മതി ഒരു ദിവസം. ഓക്കെ, ഒരുപാട് പഠിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു 10 150 സിനോണിമസ് പഠിച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളത് മറന്നുപോകും. ഓക്കെ, സ്വാഭാവികം, എല്ലാ മനുഷ്യന്റെയും കാര്യമാണ്. പിന്നെയുള്ള കാര്യമാണ് ഒരു 5 വീതം വയ്ക്കും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്ത് തരാം. പിന്നെ ഉള്ളതാണ് അറേഞ്ച്മെന്റ് ഓഫ് സെന്റൻസ് എന്ന് പറയും. അറേഞ്ച്മെന്റ് ഓഫ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറയുന്ന ഒരു ജമ്പിൾ രീതിയിൽ കുറെ സെന്റൻസ് തരും, അത് നിങ്ങൾ ഓർഡറിലാക്കുക എന്നുള്ളത്. അതും
അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ ഡയറക്റ്റ് സ്പീച്ചും സിമ്പിൾ ആണ്, ചെറിയ ഗ്രാമേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസ്, കോമണേഴ്സ്, കുറച്ച് ഗ്രാമേഴ്സ് ആവശ്യമുള്ള മേഖലയാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മര്യാദയ്ക്ക് ഈ പറയുന്ന ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡെയിലി ഞാൻ പറഞ്ഞു ഒരു കോൺവെർസേഷൻ്റെ നിങ്ങളൊരു അരമണിക്കൂർ പോട്ടെ, ഒരു 15 മിനിറ്റ് നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് ക്ലോസ് ടെസ്റ്റിനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനും അറേഞ്ച്മെന്റ് ഓഫ് സെന്റൻസിനും മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ ഈ സിനോണിംസ് ആൻഡ് ആനോണിംസോട് കൂടി അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സ്കോർ അവിടെ കയറാൻ സാധിക്കും, ഗ്രാമർ ഇല്ലാതെ തന്നെ. ഓക്കെ, അതാണ് ഇംഗ്ലീഷിന്റെ കഥ. ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അടുത്താണ് റീസണിംഗ് എന്ന് പറയാം. റീസണിങ്ങിൽ നിങ്ങൾ ഈ കാണുന്ന 12 ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് കുറച്ച് പ്രശ്നക്കാരാണ്. അത്യാവശ്യം മാത്സ് ഒക്കെ അറിയണം. മാത്സ് അറിയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്യൂബ് റൂട്ട് അറിഞ്ഞിരിക്കണം, ഒരു 20 വരെയുള്ള, അതുപോലെ തന്നെ 25 വരെയുള്ള സ്ക്വയർ റൂട്ട് അറിഞ്ഞിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം. പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ 4 സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ബാക്കിയെല്ലാം കുറച്ചുകൂടെ എളുപ്പമുള്ളതാണ്, സ്കോർ ചെയ്യാൻ പറ്റും. ഈ 12 ടോപ്പിക്കിൽ നിന്നായിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, കൂടുതലും ഈ പറയുന്ന മേളിൽ കാണുന്ന 4 ടോപ്പിക്ക്, അതായത് വെർബൽ, അതായത് അനലോഗി, ഓഡ് വൺ ഔട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സീരീസ്, ഇതിൽ നിന്നാണ്. ആൽഫാ ന്യൂമറിക് സീരീസ് അത് പലതുണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഇതിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ടൈപ്പുകളുണ്ട്. സോ ഇതാണ് കൂടുതലായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്നതാണ് ബാക്കിയുള്ള കുറെ ടോപ്പിക്കുകൾ. അതായത് 13 തൊട്ട് 22 വരെ എന്ന് പറഞ്ഞാൽ ഒരു മിസ്ലീസ് ആയിട്ട് ചോദിക്കുക. അതിലകത്ത് ഈ പറയുന്ന മിറേഴ്സ്, എംബഡഡ് ഫിഗർ ഒക്കെ കമ്പൽസറി ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. ബാക്കി ഞാൻ പറഞ്ഞേക്കുന്ന ആ 12 കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചാൽ റീസണിങ് ആണ് നമ്മുടെ ഗെയിം ചേഞ്ചർ. മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് 20 മുകളിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ റീസണിങ് ആണ്. സോ അവനിൽ നിന്ന് കൂടുതലായിട്ട് മാർക്ക് മേടിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സോ ബാക്കിയുള്ള ഈ പറയുന്ന 13 തൊട്ട് 22 വരെയുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളാണ്, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ചെറിയൊരു ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തതാണ് എല്ലാവർക്കും പാടുള്ള വിഷയം, ജി കെ. ഈ ജി കെയിൽ ആദ്യത്താണ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന സാധനം. അതായത് നിങ്ങൾ എല്ലാം വലിച്ചു വാരി എല്ലാ യൂട്യൂബ് ചാനൽസും എടുത്തിട്ട് അല്ലെങ്കിൽ കുറേ ഡേറ്റാസ് എടുത്ത് കളക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 1 ഇയറിലെ സ്റ്റാറ്റിക് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റും. എൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ജി കെക്ക് വേണ്ടി. കാരണം ജി കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്റ്റാറ്റിക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറെ മേഖല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അവാർഡ്സുകൾ കിട്ടിയത്, സ്പോർട്സില്, പിന്നെ മിലിറ്ററി, പിന്നെ ബുക്സ് റിലേറ്റഡ്. സോ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസുകളുണ്ട്. ഓക്കെ, അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ അടുത്തൊരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാറ്റിക്കിൽ നിന്ന് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെയാണ് കറണ്ട് അഫയേഴ്സും എങ്ങനെ എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഈ സ്റ്റാറ്റിക് റിലേറ്റഡ് ആയിരിക്കും കറണ്ട് അഫയേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതെങ്ങനെ പഠിക്കണം എന്നൊന്നും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നുള്ളതാണ് പൊളിറ്റി എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിയാൻ കാരണം എന്താ വെച്ചാൽ ടോപ്പിക്ക് ഭയങ്കര വൈഡാണ്. ഏകദേശം ഒരു 10-15ഓളം ടോപ്പിക്കുകൾ ഈ പൊളിറ്റിയിലുണ്ട്. അതിൽ നിന്ന് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പം സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും ചോദിക്കുക, എങ്കിലും ഭയങ്കര ഡയറക്റ്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. ഓക്കെ, വൃത്തിക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് പൊളിറ്റിയിലും നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ഏകദേശം 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസോളം പൊളിറ്റിയിൽ ചോദിക്കാറുണ്ട്. അടുത്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏകദേശം 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഏർലി, മിഡീവൽ ആൻഡ് മോഡേൺ ഹിസ്റ്ററി. അതിൽ നിന്ന് ഒരു 5 ഇയേഴ്സിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ക്വസ്റ്റ്യൻ വീതമായിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന ഏർലിയിൽ നിന്നോ അല്ലെങ്കിൽ മിഡീവിൽ നിന്നോ 2 വീതം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന മോഡേണിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതാണ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഹിസ്റ്ററി ടോട്ടലി ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്.
സോ ഞാൻ പറയും കൂടുതലായിട്ട് അപ്പം ഏതായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്? കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മോഡേൺ ആയിരിക്കും. ഓക്കെ, മോഡേൺ ആയിരിക്കും. അത് 1857 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ന്യൂട്ടണി തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഏർലി ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനത് ഒരു വീഡിയോസ് ഇടാം. പിന്നെ എക്കോണമിയാണ്. എക്കോണമി നിങ്ങൾ കുറച്ച് ബുക്സുകൾ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്കോണമിയിൽ പൊതുവെ ചോദിക്കുക, അല്ലെങ്കിൽ ഡീപ്പായിട്ടൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അടുത്താണ് ജിയോഗ്രഫി. ഇന്ത്യൻ ആൻഡ് വേൾഡ്. കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യൻ ആണ്. ഓക്കെ, അതായത് ഒരു 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ 65% ഇന്ത്യയിൽ നിന്നായിരിക്കും. ബാക്കി വരുന്ന 35% മാത്രമേ ഉള്ളൂ നമ്മുടെ വേൾഡിൽ നിന്ന് ചോദിക്കാറുള്ളൂ. സോ അതിനും ഏകദേശം അത്യാവശ്യം ടോപ്പിക്കുകളുണ്ട്. പിന്നെ ഉള്ളതാണ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, ഈ പറയുന്ന ഒരുപാട് ടോപ്പിക്കുകളൊന്നും പഠിക്കണ്ട. നമ്മൾ പ്ലസ് ടു പഠിച്ച പോലെയോ അല്ലെങ്കിൽ എൻട്രൻസിന് പഠിച്ച പോലെ ഒന്നും പഠിക്കണ്ട. ഓക്കെ, അതിന് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു പ്ലസ് ടു ലെവലിൽ നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു ടോപ്പിക് ഫിസിക്സ് ആകട്ടെ, ബയോളജി ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, ആ ഒരു ലെവല് മാത്രം പഠിക്കുക. അത് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക.